അതേസമയം പെരുമ്പാവൂരിൽ കഞ്ചാവ് വിൽപ്പനക്കാരെന്ന് ആരോപിച്ച് യുവാക്കളെ ആൾക്കൂട്ട വിചാരണ ചെയ്ത ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ തന്നെ അതേ പ്രദേശത്ത് പിടികൂടിയ 18 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് സംബന്ധിച്ച നിർണായകമായ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വിദേശത്ത് നിന്ന് വന്ന 3 കൺസൈൻമെന്റുകളിലായി ഉണ്ടായിരുന്നത് 30 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവാണ് എന്നാണ് വിവരം. ആയുഷിൽ നിന്നും ഭാര്യയിൽ നിന്നുമായി പിടികൂടിയതിന്റെ ബാക്കി മുഖ്യപ്രതി അബൂ താഹിറിന്റെ നേതൃത്വത്തിൽ പലർക്കും വിറ്റുവെന്ന നിഗമനത്തിലേക്കും പോലീസ് എത്തുന്നു. എസ് രാഗിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. രാഗിൻ, വലിയൊരു കഞ്ചാവ് വേട്ടയുടെ വിവരങ്ങളാണല്ലോ ഇപ്പോൾ പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അളവടക്കമുള്ള കാര്യങ്ങളിലും ആർക്ക് വിറ്റു എന്നടക്കമുള്ള കാര്യങ്ങളിലും ഏതൊക്കെ വിവരങ്ങളിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്? രതീഷ്, പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയാണ്. 4 പ്രതികളെയാണ് പോലീസ് സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ പ്രധാനമായും അബൂ താഹിർ, അതോടൊപ്പം തന്നെ ഹരികൃഷ്ണൻ, കൂടാതെ ആയുഷ്, അനീഷ്, ഈ 4 പ്രതികളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ്. ആ ഘട്ടത്തിലാണ് കൂടുതൽ നിർണായക വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് മുന്നിലേക്ക് വരുന്നത്. അതായത് ഏറ്റവും ഒടുവിൽ ഈ വിമാനത്താവളം വഴി വന്നേക്കുന്നത് 3 കൺസൈൻമെന്റ് ആണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ആ 3 കൺസൈൻമെന്റുകളിലായി ഉണ്ടായിരുന്നത് ഏകദേശം 30 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവാണ്. അതായത് ഏകദേശം ഒരു 30 കോടിയോളം രൂപയുടെ ഈ വസ്തുക്കളാണ് ഉണ്ടായിരുന്നത്, ലഹരി വസ്തുക്കളാണ് ഉണ്ടായിരുന്നത്, ഹൈബ്രിഡ് കഞ്ചാവാണ് ഉണ്ടായിരുന്നത് എന്നതാണ് പോലീസിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഒരു ട്രോളിയിൽ ഏകദേശം 10 കിലോഗ്രാമോളം വരും എന്നതാണ് പോലീസ് സംഘം പറയുന്നത്. അതിൽ നേരത്തെ ഈ ആയുഷിൽ നിന്നും ഭാര്യ അനികയിൽ നിന്നും പിടികൂടിയത് 18 കിലോഗ്രാമാണ്. അപ്പോൾ ഈ പ്രധാന പ്രതിയായിട്ടുള്ള അബൂ താഹിർ ബാക്കി വരുന്ന ഏകദേശം 12 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവ് മറ്റു പലർക്കും വിറ്റിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇവർ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നില്ല, ചോദ്യം ചെയ്യലിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപറയുന്നില്ല. ഇവർ പറയുന്നത് ഏകദേശം ഒരു 2-3 മാസമേ ആയിട്ടുള്ളൂ ഈ കഞ്ചാവ് കടത്ത് തുടങ്ങിയിട്ട് ബാങ്കോക്കിൽ നിന്ന് കേരളത്തിലേക്ക് എന്നതാണ്. പക്ഷേ അത് പോലീസ് വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഒരു ട്രാക്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ലഹരിക്കടത്തിന്റെ എന്നതാണ് പോലീസ് സംഘം മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം ഇപ്പോൾ നിലവിൽ ഈ കേസിൽ 8 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഓരോ ആളെ പിടികൂടുമ്പോഴും അവരെ നിയന്ത്രിക്കുന്ന സംഘങ്ങൾ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിയിലായിട്ടുള്ള മുഖ്യപ്രതി അബൂ താഹിറാണ്. പക്ഷേ അബൂ താഹിറിനെയും നിയന്ത്രിച്ചിരുന്ന സംഘം ബാങ്കോക്കിൽ നിന്ന് കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തിൽ ബാങ്കോക്കിൽ നിന്നടക്കം കാര്യങ്ങൾ കൂടുതൽ നിയന്ത്രിച്ചിരുന്ന സംഘമുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നു. അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. അബൂ താഹിറിനെ നിയന്ത്രിക്കുന്ന ആളുകളെ കുറിച്ചുള്ള വിവരമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളും ആ ടീം അടക്കം അവിടേക്ക് കൂടുതൽ അറസ്റ്റ്